ഹലോ നമസ്കാരം, ഡി ക്ലാപ്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഇനി ഞങ്ങൾ പ്രവാസികൾ പറയട്ടെ. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം റിയാദിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനും നവോദയ റിയാദിൻ്റെ സ്ഥാപകരിൽ ഒരാളായ ശ്രീ സുധീർ കുമ്പിളിനെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ഇനി ഞങ്ങൾ പ്രവാസികൾ പറയട്ടെ. എൻ്റെ ഒരു ചോദ്യം എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ പ്രവാസികളായ നമ്മൾ ഇങ്ങനെ ഒരു മുകളിൽ നിന്ന് നോക്കുന്ന ഒരു കേരളത്തെ നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അതിൽ ഏറ്റവും ഇതായിട്ട് തോന്നിയത് നമ്മുടെ റോഡുകളാണ്. ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് റോഡുകളാണ്. അതിനകത്തൊരു പാർട്ടിയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലല്ല, ഒരു പ്രവാസി നമ്മളിവിടെ കഷ്ടപ്പെടുന്നു, നമ്മളവിടെ പല പരിപാടികളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വ്യവസായി ആണെങ്കിൽ പോലും ഒരു റോഡിൻ്റെ പരമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് റോഡിനെ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനൊരു ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഐഡിയ താങ്കളുടെ മനസ്സിലുണ്ടോ? ഒന്ന്, കേരളത്തിൻ്റെ ഒരു പൊതുവികസനത്തിന് പ്രധാന തടസ്സം നിൽക്കുന്നത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. അപ്പം നമുക്ക് ലോകോത്തര റോഡുകളൊന്നും നമുക്ക് അവകാശപ്പെടാനായിട്ടൊന്നും തന്നെയില്ല. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന പ്രവാസ ലോകത്ത് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ റോഡുകളുടെ സ്ഥിതിയും നമ്മുടെ നാട്ടിലെ റോഡുകളും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഏതൊരാൾ ചെയ്യുന്ന രീതിയാണ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റോഡുകളുമായിട്ട് യാതൊരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള റോഡുകളാണ്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം, പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്നത് റിയാദ് സിറ്റിയിലാണ്. ഇതൊരു പ്ലാൻഡ് സിറ്റിയാണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഒരുക്കിയതിന് ശേഷം മാത്രം നിർമ്മിക്കപ്പെട്ട സിറ്റിയാണ്. നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ചല്ല. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇപ്പം ഒരു റോഡ് നന്നാക്കി കഴിഞ്ഞാൽ അത് ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത മഴയ്ക്ക് അത് പോകുന്നു. അപ്പം അത് നമുക്ക് ഒരിക്കലും നഷ്ടങ്ങളാണ്. ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ അതിന് നമ്മളിപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു മന്ത്രിയാണെങ്കിലും ശരി, വേറൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, അവർ ചെയ്യുന്നു, അവർ പോകുന്നു. അപ്പം ഇപ്പം ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, ഒരു മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും ശരി, അവർക്ക് ഒരു സ്ട്രക്ചർ എങ്ങനെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു ചർച്ചയിലൂടെ. ഒരു ഐഡിയ, അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവാം. ഇപ്പം നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും ശരി, ഇപ്പം പെൺകുട്ടികൾ ഒരു പ്രായത്തിൽ കഴിയുമ്പോഴത്തേന് ചില രീതിയിൽ അബ്യൂസ് ചെയ്യപ്പെടാം, അങ്ങനെ സംഭവിക്കാം. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ സ്കൂളുകളിൽ വേണമെങ്കിൽ നമുക്ക് കരാട്ടയോ അല്ലെങ്കിൽ കളരിപ്പയറ്റോ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾക്ക് പഠിപ്പിക്കുന്ന രീതി, 5ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്ന രീതി, അതുപോലെ എന്തെങ്കിലും ഒരു വ്യവസ്ഥ നമുക്ക് കൊണ്ടുവന്നാൽ നമ്മളിപ്പം ഇങ്ങനെയാകാം എന്ന് ഐഡിയ ഉണ്ടോ? എല്ലാ മേഖലകളിലും, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ മേഖലയിലായാലും മറ്റ് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളായാലും എല്ലാം സമൂലമായ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ കഴിഞ്ഞു. കാലം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ലോകം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊപ്പം ഓടിയെത്തുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ അതിന് നമ്മുടെ രാജ്യവും ഭരണകൂടവും ഒപ്പം ജനങ്ങളും അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിനൊപ്പം തന്നെ അതനുസരിച്ചുള്ള വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ പരമ്പരാഗതമായി പഠിപ്പിച്ചു വന്ന വിഷയങ്ങളിലൊന്നും ഇനി പ്രസക്തമല്ല. ഇപ്പോൾ എപ്പോഴും പ്രൊഫഷണലായിട്ടുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്നത്. അതിനനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ കാലക്രമം, ഇപ്പോൾ AI വലിയ സംഭവമായിട്ട് അതിനനുസരിച്ച് അപ്പോൾ ലോകത്ത് അതിനോട് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ആ ഫീൽഡിൽ ഉയരങ്ങളിൽ എത്താൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ യുവതലമുറയെ പ്രാപ്തരാക്കുന്ന രൂപത്തിൽ കോഴ്സുകൾ മാറ്റി തീർക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു കൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പലയിടത്ത് അബ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെ അതിനെ എതിരിടാൻ മാനസികമായി പ്രാപ്തരാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഇപ്പം നമ്മളിപ്പം പല ഇതിലും പറയാറുണ്ട്, 12 മണിക്ക് നടക്കാൻ പോകണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ അവർക്ക് കാവലിൽ നിന്ന് നടന്നു പോകുന്നതുകൊണ്ട് അതിനകത്തൊരു വ്യത്യാസം. അങ്ങനെയല്ല. ഒന്ന്, നമ്മുടെ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇപ്പം ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന വിഷയം, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ തന്നെ വേണ്ടത്ര സമയമില്ലാത്ത സമയം പഠിപ്പിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ. രാവിലെ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് 10 മണിക്ക്, വൈകുന്നേരം 5 മണി വരെ 4 മണി വരെ സ്കൂള്, പിന്നെ ട്യൂഷൻ സെൻറ്റർ, പിന്നെ അത് കഴിഞ്ഞ് ഹോം ട്യൂഷൻ, അങ്ങനെയുള്ളത് കഴിഞ്ഞ് നേരം വെളുത്ത് ഇരുട്ടുന്ന പോലെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരിപ്പോഴാണ് പഠിക്കാനുള്ള സമയം അവർക്ക്. സൺഡേ പോലും അവർക്ക് അവധിയില്ല. കാരണം ഏത് ജോലിക്കാരനും അവനൊരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിശ്രമ ദിവസം കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ ആ ദിവസം പോലും വിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ
നമ്മുടെ സ്കൂളുകളുടെ സമയക്രമം അടി മുതൽ മുടി വരെ മാറ്റണം. രാവിലെ ഒരു 8 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് 1 മണിക്ക് സ്കൂൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റണം. ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾക്ക് മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യാനും, അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മാർഷ്യൽ ആർട്സിലടക്കം അവർക്ക് ഏതിലാണോ ഇൻട്രസ്റ്റ്, ഇത് ഏത് കലാരൂപത്തിലേക്ക് അവർ ഫോക്കസ് ചെയ്യപ്പെട്ടാൽ അവർ മെൻ്റലി മാറും. അവർ ആ ഒരു ടീം വർക്കിലേക്ക് വരികയും അവർ സ്വാഭാവികമായിട്ട് ഏത് ചലഞ്ചസിനെയും ഫേസ് ചെയ്യാനുള്ളൊരു മാനസിക പക്വത അവർ ആർജിക്കും അത്തരം പരിശീലനങ്ങളിലൂടെ. ആയോധന കലകൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ ആദ്യം വെക്കുന്ന ഒരു ഓപ്ഷൻ എന്തായിരിക്കും? അല്ല, ഞാൻ ഇപ്പോൾ KER പരിഷ്കരണം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് കയ്യിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള എല്ലാ ശുപാർശകളും പഠന സമയം രാവിലെ ആക്കണം എന്നുള്ളതാണ് അതിനകത്ത് വന്നിട്ടുള്ള നിർദ്ദേശം. പക്ഷേ അത് ഞാൻ ചോദിക്കുന്ന പഠനപരമായിട്ടുള്ളതല്ല. ഇപ്പം നമുക്ക് പല പെൺകുട്ടികളും അബ്യൂസ് ചെയ്യുന്നു, അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പെൺകുട്ടികളെ ഒരാൾ പുറകിന് നടക്കുക എന്നുള്ളത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലെ ബോയ്സ് ഗേൾസ് സ്കൂൾ സംവിധാനം നിർത്തണം. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിച്ചു വളരണം. പരസ്പരം അറിഞ്ഞ് കളിച്ച് സൗഹൃദങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് തന്നെ അവർ വളരണം. മാനസികമായി പരസ്പരം അറിയാനുള്ളൊരു അവസരം തീർച്ചയായിട്ടും ഉണ്ടാക്കണം. അപ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടിയും വേറെ വേറെ മാതൃകെട്ടി ലോകത്ത് അവരുടെ പ്രശ്നമാണ്. 2, അവർ ഈ പെൺകുട്ടികൾക്ക് നിങ്ങൾക്ക് മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കുന്നത് നല്ലൊരു അവരുടെ ഒരു മെൻ്റൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കും. അത് ഒരു സെക്ഷൻ. അപ്പോൾ ബോയ്സ് ഗേൾസ് ഒരുമിച്ച് പഠിക്കുന്നത് ആ സ്കൂളിലെ കുട്ടികളും ആ സ്കൂളിലെ പെൺകുട്ടികളും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ആയിരിക്കും കൂടുതൽ. ഇൻട്രാക്ഷൻ മാത്രമല്ല അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് കളിച്ച് വളരുന്നിടത്ത് ആൺകുട്ടികൾ എന്താണെന്ന് പെൺകുട്ടികൾക്കും പെൺകുട്ടികൾ എന്താണെന്ന് ആൺകുട്ടികൾ മനസ്സിലാവും. മറ്റത് വേറൊരു അടച്ചിട്ട റൂമിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വരുമ്പോൾ ഇതെന്തോ അപൂർവ വ്യക്തികളാണെന്ന് തങ്ങളുടെ ഒരേ ഗണത്തിൽപ്പെട്ടതുപോലെ അല്ല എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിലാക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ചോദ്യം വരുന്നത്, ഇപ്പം സ്കൂളുകളിൽ അല്ല കൂടുതലും അബ്യൂസ് നടക്കുന്നത്. നമ്മൾ ഏതോ ഒരു വീതി, ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് 12 മണിക്ക് നമ്മൾ നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ സാമൂഹ്യ വിരുദ്ധരായ കുറച്ച് ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു സംഭവമാണല്ലോ വേണ്ടുന്നത്. അങ്ങനെ വരുമ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾക്കുള്ളൊരു അഭിമുഖീകരിക്കുന്ന പ്രശ്നം നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പരീക്ഷയ്ക്ക് തോറ്റാൽ ആത്മഹത്യ ചെയ്യാവുന്നൊരു പ്രവണത വരുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും മത്സരത്തിൽ, ഏതെങ്കിലും മത്സരത്തിൽ എന്ത് ചെയ്താൽ, ഇപ്പോൾ ഒരു റിയാദിൽ നിന്ന് നോക്കുമ്പോൾ, നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോൾ റിയാദിൽ നിന്ന് നോക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ആത്മഹത്യ നടക്കുന്നു, രാത്രിയിൽ പോകുന്ന പെൺകുട്ടി അബ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ എന്താണ് പോംവഴി? അത് ഏതുവഴി നമുക്ക് ചെയ്താൽ? സിംഗിൾ സൊല്യൂഷൻ എലിക്സർ എന്നൊക്കെ പറയുമ്പോൾ സിംഗിൾ സൊല്യൂഷൻ ഇല്ല. ഇത് പല ആംഗിളിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഒന്ന്, പൂർണ്ണമായി ഇതൊന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. ഇതിൻ്റെ അളവ് തോത് കുറച്ചു കൊണ്ടുവരാൻ മാത്രമാണ് നമ്മൾ കഴിയുക. ആ രൂപത്തിലേക്ക് സാമൂഹ്യ പുരോഗതിയും അവരുടെ ഒരു പുരോഗമന സമൂഹമായി പരിവർത്തനം നടക്കുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായും ഇല്ലാതാവും. അതിൽ തർക്കമൊന്നും വേണ്ട. പക്ഷേ അതിലേക്ക് നമ്മൾ കുട്ടികളെ മെൻ്റലി പ്രിപ്പയർഡ് ആക്കണം. ഈ പറയുന്ന രൂപത്തിലുള്ള കുട്ടികൾ പ്രഷറിനെ, അവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ അതിജീവിക്കാനുള്ള ഒരു മെൻ്റൽ പവർ ഉണ്ട്. അതിനകത്ത് ഒരു പഠനം നടക്കുന്നത് കുട്ടികൾ ഏറ്റവും കൂടുതൽ അബ്യൂസ് ചെയ്യപ്പെടുന്നത് തെരുവുകളിൽ മാത്രമല്ല, വീടിനുള്ളിൽ പോലും അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് പഠനങ്ങൾ നമ്മൾ പറയുന്നത് വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ആ പെൺകുട്ടിക്കൊരു മെന്റലി ശാരീരികമായ പവർ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊരു മാനസികമായ ഒരു സ്ട്രെങ്ത്, മെന്റൽ പവർ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള പോംവഴിയുള്ളൂ. അത്തരം ഒരാളെ നമ്മൾ കൈപിടിച്ച് രക്ഷിക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് എന്താ അപകടം പറ്റില്ല, ഞാൻ ഓടി വന്ന് നിങ്ങൾ രക്ഷിക്കുന്നുള്ളതല്ല. ഏതൊരു പ്രതിസന്ധിയും അതിജീവിക്കാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് നിങ്ങൾ കൈവരിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങളെ ആർജിതമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള പരിശീലനം നമുക്ക് വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പെൺകുട്ടികളടുത്ത്, പെൺകുട്ടികൾ ഉറക്കെ സംസാരിക്കാൻ പാടില്ല, ഉറക്കെ ചിരിക്കാൻ പാടില്ല, ഒരു പ്രായം വരെ കുട്ടികൾ കളിക്കാൻ പാടില്ല. സെക്ഷൻ കഴിഞ്ഞു. ഇല്ല, അങ്ങനെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഒരു വലിയ വിഭാഗം മാറി വന്നിട്ടുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയൊരു വിഭാഗത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായി മാറിയെന്ന് പറയാൻ കഴിയില്ല. അപ്പം പെൺകുട്ടികൾ ഇപ്പോഴും വേറൊരു വീട്ടിൽ പോകേണ്ടതാണ്. വേറൊരു വീട്ടിൽ വേറൊരാളനുസരിച്ച് ജീവിക്കണം. അവിടെ നീ കുറച്ച് അടങ്ങി ഒതുങ്ങി വീട്ടിലെ ചോറും കറിയും വെക്കാൻ പഠിച്ചാൽ മതി, വേറെ നീ കളിക്കാൻ പോകണ്ട, നീ ബാഡ്മിൻ്റൺ കളിക്കണ്ട. നമ്മുടെ നാട്ടിൽ നിന്ന് മാറി എന്നൊക്കെ പറയില്ല. ഉത്തര കുട്ടികൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ വിടും. എത്ര പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കും? എത്ര പെൺകുട്ടികൾ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ വിടും? എത്ര പെൺകുട്ടികൾ നമ്മൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ വിടും? അതൊക്കെ വിടണം. അതൊക്കെ ആ രൂപത്തിൽ തന്നെ അത് ആ പെൺകുട്ടികളുടെ ടീമുണ്ടെങ്കിലേ വിടുന്നൊന്നല്ല. അവർക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ആൺകുട്ടികളുടെ ഫ്രണ്ട്സ് സൗഹൃദ വലയത്തിലടക്കം അവരെ പങ്കെടുപ്പിച്ചാൽ എന്താ കുഴപ്പം? ഓക്കെ. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ വിട്ടിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വന്നാൽ വ്യവസായം എന്ന് പറഞ്ഞാൽ ടൂറിസത്തിൽ ഇപ്പം ഒരുപാട്
നമ്മൾ ടൂറിസം മേഖലകൾ ഇപ്പം പല നമ്മുടെ ജില്ലകളിലും ഉണ്ട്. മലപ്പുറം ആയാലും കോഴിക്കോടായാലെങ്കിലും കൊല്ലമാണെങ്കിലും എല്ലായിടത്തും ഒരുപാട് അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടേക്ക് എത്താൻ പലരും പല തലത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ടൂറിസ്റ്റുകൾക്കും. അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അത് എങ്ങനെ ഒരു കൺട്രോളിൽ എത്തിക്കാൻ പറ്റും ഗവൺമെന്റിന്? വ്യവസായവും ടൂറിസവും രണ്ട് മേഖലകളാണ്. ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ള കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രണ്ട് സെക്ടേഴ്സ് പറയപ്പെടുന്നത് ഒന്ന് IT സെക്ടറും മറ്റൊന്ന് ടൂറിസം മേഖലയുടെ വികസനമാണ്. ഇപ്പോൾ 2023 ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു ലിസ്റ്റ് ഒരു 50 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒരാളും ജീവിതകാലത്ത് തീർച്ചയായും കണ്ടിരിക്കേണ്ട 50 സ്ഥലങ്ങളെക്കുറിച്ചൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടായി അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ്. അപ്പോൾ അതിൽ 13ാമത്തെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് കേരളമാണ്. അപ്പം പ്രകൃതി അതിമനോഹരമായി അനുഗ്രഹിച്ചിട്ടുള്ളൊരു പ്രദേശമാണ് കേരളം. പക്ഷേ നമുക്കതിൻ്റെ ഒരു ഫുൾ സ്കെയിലിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ജീവിക്കുന്ന പ്രവാസ ലോകത്തൊന്നും നമ്മൾ കാണുന്നത് നമ്മൾ അറബ് സമൂഹത്തോടൊപ്പം ജീവിക്കുന്നവരാണ്. ഇവരുടെയൊക്കെ ഒരു ടൂറിസ്റ്റ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ പരിശോധിച്ചാൽ അവർ മലേഷ്യ, സിംഗപ്പൂർ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ, അത്തരം രാജ്യങ്ങളാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളം അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു ഡെസ്റ്റിനേഷൻ അവർ കൺസിഡർ ചെയ്യാത്ത? വളരെ കാര്യം കൺസിഡർ ചെയ്യുന്നില്ലെന്നല്ല, കുറച്ച് സൗദീസൊക്കെ അവിടെ പോയിട്ട് കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതൽ പേരും കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നത് അവിടെ ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്, ഒരു ഹോസ്പിറ്റൽ മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ അതല്ല, നമുക്ക് അതിമനോഹരമായ ബീച്ചുകൾ കേരളത്തിലുണ്ട്. നമുക്ക് മനോഹരമായ ഊട്ടി പോലെ, കൊടൈക്കനാൽ പോലെ, മൂന്നാർ, പൊന്മുടി പോലുള്ള മനോഹരമായ കുന്നിൻ പ്രദേശങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. വെള്ളച്ചാട്ടങ്ങളുണ്ട്, ഫൗണ്ടൈൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും പ്രകൃതി അനുഗ്രഹിച്ചിട്ടുള്ളൊരു മണ്ണാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ടൂറിസ്റ്റുകൾ ആ രൂപത്തിൽ വലിയ അളവിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മളുടെ സാധ്യതയ്ക്ക് അനുസരിച്ച് വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാദം. അത് പ്രധാനപ്പെട്ടൊരു കാരണം, ഞാൻ പല അറബ് വംശരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാരണം, ഒന്ന് ഇതൊക്കെയുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒന്ന് താമസിക്കാനുള്ള വേണ്ടത്ര ഫെസിലിറ്റി ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാരണം. ഒന്ന് ഈ പ്രദേശങ്ങളിലുള്ള അവർക്കൊന്നൊരു ബീച്ചിൽ പോയാൽ ഒന്ന് കുളിച്ചിട്ട് ഇറങ്ങാനോ കടലിൽ നീന്തിയിട്ട് കയറി വന്നിട്ടൊന്ന് കുളിക്കാനോ സൗകര്യമില്ല പല ബീച്ചിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് വേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങൾക്ക് കുറച്ച്, അതായത് അത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം കേരളത്തിൽ കുറച്ച് മെച്ചപ്പെട്ടൊരു ബീച്ച് വന്നിട്ടുള്ളത് കോഴിക്കോടാണ്. മറ്റൊരു പ്രദേശത്ത് ഇപ്പം കോവളം കേരളത്തിൽ ഇന്റർനാഷണൽ മേഖല അറിയപ്പെടുന്ന വലിയൊരു ബീച്ചാണ്. പക്ഷെ വേണ്ടത്ര പ്രാഥമിക സൗകര്യങ്ങൾ അവിടെയും വന്നിട്ടില്ല. കോവളത്ത് പോലും നല്ലൊരു ബാത്റൂം ഫെസിലിറ്റി പോലും ഇല്ല. നല്ലൊരു ബാത്റൂം അവിടെ കടലിൽ പോകുന്ന ഒരാൾക്ക് വന്ന് ഡ്രസ്സ് മാറാനുള്ള സംവിധാനം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പരിമിതി മനസ്സിലാവും. പിന്നെ മറ്റൊന്ന് ഭക്ഷണമാണ്. കാരണം അവർക്ക് വളരെ വൃത്തിയുള്ള ഭക്ഷണം അവർ നോക്കുന്നവരാണ്. അവർ കൈ കൊണ്ട് വാരി ഭക്ഷണം കഴിക്കുന്നവരല്ല. അവർ കൈ കൊണ്ട് വാരുന്നത് ആരോഗ്യകരമല്ല എന്ന് കാണുന്നവരാണ്. അവർ ഫോർക്കും സ്പൂണും ഉപയോഗിച്ചിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ആ വൃത്തിയിൽ ഹൈജീനിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഭക്ഷണങ്ങൾ വളരെ വൃത്തിയോട് പാകം ചെയ്യുകയും വൃത്തിയായി ഭക്ഷണം കഴിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് മിനറൽ വാട്ടർ പോലും വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് എത്രത്തോളം ശുചിത്വമുണ്ട് അതിന് നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ, ആ രൂപത്തിലേക്ക് ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്നതിൽ മാറുകയും ചെയ്യണം. ഒന്ന്, നമ്മളിപ്പം നമ്മുടെ നാട്ടിൻ പുറത്തെ ജനവിഭാഗങ്ങൾക്ക് അവരുടെ ഈ ടൂറിസ്റ്റ് മേഖലയിൽ അവരുടെ ഉപജീവന മാർഗ്ഗം തടസ്സപ്പെടുത്തുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നത്, നമ്മൾ വിദേശത്താണ് നിൽക്കുന്നത്. അപ്പോൾ വിദേശത്ത് ഉള്ള അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ അവരെങ്ങനെയാണ് ശുദ്ധീകരണ രീതിയിൽ ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ സാധ്യമാണ്. ഇതൊന്നും അസാധ്യമാണ്. ഗവൺമെൻറ് പറയുമ്പോൾ ഈ പലപ്പോഴും മിനറൽ വാട്ടറിൽ തന്നെ ഈ വളരെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കൃത്യമായി പരിശോധിക്കാനും ഉറപ്പുവരുത്താനും ചെയ്യണം. ഹോട്ടലുകൾ കൃത്യമായ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കണം. ഹോട്ടലുകൾ കൃത്യമായി ക്ലാസിഫൈ ചെയ്യണം. തട്ടുകടയിൽ പോലും നമ്മൾ പാത്രം കഴുകുന്ന വെള്ളം, അത് പാത്രം നിങ്ങൾ കഴുകി ഉപയോഗിച്ച് തിരിച്ചു തരുന്ന പാത്രം എത്രത്തോളം ശുചിത്വമുള്ള വെള്ളമാണെന്ന് പരിശോധിക്കാൻ സംവിധാനമില്ല. നമുക്കറിയാം, നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒരു ചെറിയൊരു ഇതുണ്ടാവും, അതിനകത്ത് പാത്രം കഴുകും, പിന്നെ അടുത്ത പാത്രം കൊണ്ട് അതിനകത്ത് തന്നെ മുക്കിയിട്ട് തിരിച്ചുകൊണ്ട് വെക്കാം. അപ്പം നമ്മളെപ്പോലുള്ളവർക്ക് ചിലപ്പോൾ നമുക്ക് ശീലമായി, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു. പക്ഷെ വിദേശികൾക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒന്ന് അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഈ ലോകത്തിലെ ഈ ഹോട്ടൽ ചെയിൻസ് ഉണ്ട്. അപ്പോൾ ആ ഹോട്ടൽ ചെയിൻസിന് ഇത്തരം ടൂറിസ്റ്റ് മേഖലകളിൽ ലിമിറ്റഡ് ഒരു റെസ്ട്രിക്ഷനോട് കൂടി അവർക്ക് അവിടെ ഹോട്ടലുകൾ സ്ഥാപിക്കാൻ ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കാൻ അനുമതി കൊടുക്കുന്നത് വളരെ, കാരണം വിദേശികൾ വരുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടൽ അവിടെ ഉണ്ട് എന്നുള്ളത്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ, അവർക്ക് താമസിക്കാൻ ഒക്കെ സൗകര്യം ലഭിക്കുന്നുള്ളതാണ്. പിന്നെ മറ്റ് ഫെസിലിറ്റീസുകളെല്ലാം ഒരുക്കണം. ഇപ്പോൾ പൊന്മുടി പോലുള്ള വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം തെക്കൻ കേരളത്തിൽ ഊട്ടിയാവാനുള്ള സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ അവിടെ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും ഇല്ല. നൂറുകണക്കിന് സ്വദേശി വിദേശി ടൂറിസ്റ്റുകൾ അവിടെ ദിവസവും വരുന്നുണ്ട്.
പക്ഷെ അവർക്ക് അവിടെ ഒന്ന് വിശ്രമിക്കാനോ ഒന്ന് അവിടെ മോൾ കയറിയിരുന്നൊന്ന് ഒരു കോഫി ഷോപ്പ് പോലും അവിടെ കൃത്യമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായിട്ട് കേരളം മാറാൻ സംശയം. ഒരു വിദേശി എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു ടൂറിസം വലിയ സാധ്യതയാണ്. ഒരുപാട് തൊഴിൽ അവസരങ്ങൾ തുറന്നിടപ്പെടും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും, സർക്കാരിന് ഒരുപാട് വരുമാനങ്ങൾ വരും. ആ രൂപത്തിൽ വലിയ സാധ്യതയുള്ളൊരു മേഖലയാണ് ടൂറിസം മേഖല. ഓക്കെ, അടുത്ത ഇതെന്ന് പറയുന്നത് നമ്മൾ പല കായൽ ടൂറിസം, അതിൻ്റെ സാധ്യതകൾ ഒരുപാടാണ്. ടൂറിസത്തിൽ ഇപ്പോൾ നടക്കുന്ന വലിയ ചൂഷണമാണ്. വിദേശത്ത് നിന്ന് നാട്ടുകാരെ വരുന്നവരെ വിദേശി എങ്ങനെ പറ്റിക്കാന്ന് പഠനം നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ആ ചൂഷണങ്ങളെ ഗവൺമെന്റ് നിയന്ത്രിക്കണം. ഗവൺമെന്റ് നിയന്ത്രിച്ചുകൊണ്ട് അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നില്ല. കാരണം ഈ നമുക്ക് ഒരു സ്ഥലം കാണാൻ വരുന്ന വഴി നമുക്ക് പണമാണ് കിട്ടുക, മറിച്ച് അവരെ കൊള്ളയടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് നല്ലതല്ല. കാരണം അങ്ങനെ ശ്രമിച്ചാൽ ഒരാൾ ഒരു പ്രാവശ്യം ഒരാൾ ഒരു പ്രാവശ്യം വരും, അയാളെ വാക്കിട്ടാണ് അടുത്തൊരാൾ വരിക. ഏറ്റവും വലിയ പബ്ലിസിറ്റി മൗത്ത് പബ്ലിസിറ്റിയാണ്. നമ്മൾ എവിടെയൊക്കെ പരസ്യം കൊടുത്താലും ഒരു വിദേശി കേരളം കണ്ട് മടങ്ങുമ്പോൾ അവൻ്റെ നാട്ടിൽ ചെന്ന് അവൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടാണോ മറ്റൊരു വിദേശി ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞയക്കുക. അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു വിഷയത്തിലും കൂടെ ഒരഭിപ്രായം ചോദിച്ചിട്ട് നമുക്ക് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഈ പല പ്രവാസികളും പോയി നാട്ടിൽ പല വ്യവസായങ്ങളും ചെയ്യാറുണ്ട്. ചില ബിൽഡിങ്ങുകൾ, ചിലപ്പോൾ അതുപോലെ പല ബിസിനസ്സുകളും തുടങ്ങാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചില നമ്പറുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അത് കുറേ കാലതാമസങ്ങൾ വരുന്നുണ്ട്, കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിനൊരു വ്യക്തമായിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ഒരു പാത്ത് എങ്ങനെയാണ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക? അതിന് ഈ പറയുന്ന പോലെ പ്രത്യേകിച്ചൊരു ഇതൊന്നും അങ്ങനെയൊന്നുമില്ല, കോമൺ ആയിട്ടൊരു സൊല്യൂഷൻ. എങ്ങനെയാണ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുക? അല്ല, അത് ഗവൺമെന്റ് തന്നെ അത്തരത്തിൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്താൽ? അല്ല, അതിന് കൃത്യമായ മാനദണ്ഡം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ. കാരണം ഒന്നിപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഫിസിക്കലായിട്ട് ചെയ്യുന്നതിൻ്റെ പ്രശ്നമുണ്ട്. അവിടെ ചെന്ന് ഉദ്യോഗസ്ഥരെ സൗകര്യം കാത്തിരിക്കേണ്ടതുണ്ട്. അവർ പറയും നാളെ വരാൻ പറയും, മറ്റന്നാൾ വരാൻ പറയും. പിന്നെ അവർ പൈസയ്ക്ക് വേണ്ടി താമസം വരുന്നവരുണ്ട്. നിയമപരമായി തന്നെ നമ്മുടെ ഭാഗത്ത് വീഴ്ച വരികയും ആ വീഴ്ചയെ ഉദ്യോഗസ്ഥർ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. നിയമപരമായിട്ട് കറക്റ്റായിട്ട് പോയാൽ ഇത് പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഈ ചിത്രത്തിൻ്റെ വസ്തുവിൻ്റെ പ്രമാണത്തിൻ്റെ കോപ്പി, അതുപോലെ വീടിൻ്റെ പ്ലാൻ, അതിൻ്റെ ഫോട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റി ഒറ്റ വിസിറ്റിങ്ങിൽ നമ്പർ കൊടുക്കുകയോ ലൈസൻസ് കൊടുക്കുകയോ അങ്ങനെ എന്താണ് അതിൻ്റെ നിയമപരമായ പരിഹാരം ചെയ്യുക. എന്നാലും ഇതിൻ്റെ അവസാനം വരുമ്പോൾ ഒരാളുണ്ടാവുമല്ലോ, അവിടെയും പ്രശ്നങ്ങളാണ്. നമ്മൾ ഗവൺമെന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു ഇതൊന്നുമില്ല. അതിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ വീട്ടുടമസ്ഥൻ്റെ ഭാഗത്താണ് വീഴ്ചയെങ്കിൽ അത് പ്ലാൻ സമർപ്പിക്കുമ്പോൾ തന്നെ തിരുത്തി കൊടുക്കണം. എഴുതി ഇതാണ് നിങ്ങളുടെ കുറവ്, ഇത് പരിഹരിച്ചു വരണം. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ ഒരു വർഷമായിട്ട് പുള്ളി ബിൽഡിംഗ് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തു, അപ്പോൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുത്തു. എല്ലാം സെറ്റായി ശരിയായി, ഒരു വർഷത്തോളം ഓഫീസിലിരിക്കുകയാണ്. ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം, ഇതിൻ്റെ ഒരു ചില നിയമവശങ്ങളുണ്ട്. ഇപ്പം ഒന്ന്, റോഡിൽ നിന്ന് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ പഞ്ചായത്താണെങ്കിൽ ഇത്ര മീറ്റർ ഉള്ളിലായിരിക്കണം, അതിൻ്റെ കിണറിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ കിണർ സ്ഥിതി ചെയ്യേണ്ടത് ഇന്ന രൂപത്തിലായിരിക്കണം, അയൽവാസിയുടെ വീടുമായി ഇത്ര അകലം പാലിക്കണം. ഇതൊക്കെ സംബന്ധിച്ച് ഒരു കൃത്യമായൊരു നിയമമുണ്ട്. ഇത് പലരും പാലിക്കാതിരിക്കുകയും അത് ചിലപ്പോൾ ഈ പറയുന്ന എഞ്ചിനീയറോ അല്ലെങ്കിൽ ഓരോ കൺസ്ട്രക്ഷൻ ഏൽപ്പിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് അവർ പറയും നമുക്ക് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കാം എന്ന വാഗ്ദാനം നൽകിയായിരിക്കും ചെയ്യുക. അല്ല, ഇതെല്ലാം കൃത്യമായിട്ട്, അതായത് ഒരു അതിർത്തിയിൽ നിന്ന് 1.5 മീറ്റർ അകത്തോട്ട് വെച്ചിട്ടാണ് എല്ലാ ബിൽഡിങ്ങിലും അങ്ങനെയൊക്കെയുള്ള എല്ലാ നിയമവശങ്ങളും പാലിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിതിൻ്റെ ഒരു ഏജൻറ് ഇല്ലെങ്കിൽ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഏജന്റ് വേണം. നമുക്ക് ഡയറക്റ്റ് പോയാൽ ഇതുപോലെ 6 മാസം ഗവൺമെന്റ് തലത്തിൽ തന്നെ അതിനൊരു സൊല്യൂഷൻ ഗവൺമെന്റ് തലത്തിൽ തന്നെ കണ്ടെത്തണം. ആൾക്കാർക്ക് പുതിയ വീടുകളും സ്ഥാപനങ്ങളൊക്കെ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട അതാണ് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് അധികാരികൾ തന്നെ അതിനൊരു സിംഗിൾ വിൻഡോ സൊല്യൂഷൻ കണ്ടെത്തണം. അതെ, അത് ഗവൺമെന്റ് തലത്തിൽ തീരുമാനിക്കാതെ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പ്രവാസികൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നതും അത് കാരണം നമുക്ക് നേരിട്ട് പോകാനോ ഒന്നും പറ്റുന്നില്ല. ഒരു ഏജൻസി ഏൽപ്പിക്കുക, അതൊരു 6 മാസം അവിടെ വെച്ചേക്കുക, എന്നിട്ട് ലാസ്റ്റ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും പറയാ ഇന്ന പേപ്പറില്ല. അത് സർക്കാർ മേഖലയിൽ ഇപ്പോൾ ലൈസൻസിന്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം 1-2 മാസം നാട്ടിൽ പോയി നിൽക്കുന്ന ഒരാൾക്ക് ലൈസൻസിന് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ പോലും അയാൾ ഈ നാട്ടിൽ തിരിച്ച് അയാൾ അവധിക്കാലം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ലൈസൻസ് ടെസ്റ്റ്. ഇപ്പോൾ മന്ത്രി ഇടപെട്ടിട്ട് അതിലൊരു മാറ്റം വരുത്താൻ തീരുമാനം വന്നിട്ടുണ്ട്. അതുപോലെ മന്ത്രി തലത്തിൽ അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ അത്തരം കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കാൻ വേണ്ട ഇടപെടൽ ഉണ്ടാകണം. അതിനൊരു നിയമപരമായൊരു മാർഗം അവർ തന്നെ കണ്ടെത്തുക എന്നുള്ളതല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും അതില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. പുള്ളി കലാപരമായിട്ടും സാമൂഹികപരമായിട്ടും
നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ്. എന്താണ് കലാപരമായ പാട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ നാടകം അങ്ങനെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നാടകത്തിലൊക്കെ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ അഭിനയിച്ചു. അല്ല, റിയാദിൽ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല. ഇല്ല. ഏതെങ്കിലും ഷോർട്ട് മൂവീസ് അങ്ങനെ? ഇപ്പോൾ പുതിയൊരു ഷോർട്ട് മൂവിയിൽ ചെറിയൊരു മുഖം കാണിക്കലുണ്ട്. അതിലൊന്നും അഭിനയം ഒന്നും പറയാനായിട്ടില്ല. മൂളിപ്പാട്ടെങ്കിലും ഇല്ല, ഒന്നുമില്ല. ഞാനങ്ങനെ അപ്പോൾ പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. കവിതയൊക്കെ വായിച്ചാൽ കവിതയൊക്കെ വായിക്കാനും കേൾക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വളരെ കുറച്ച് ആണെങ്കിലും പുസ്തകങ്ങളൊക്കെ അപൂർവ സമയങ്ങളിലൊക്കെ വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും ഇതൊന്നും എഴുതാനോ അതൊക്കെ വായിക്കാറുണ്ട്. പുസ്തക വായനയും മറ്റ് പീരിയോഡിക്കൽസ് ഒക്കെ വായിക്കാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ വായനയ്ക്ക് സമയം കണ്ടെത്താറുണ്ട്. പക്ഷെ അതൊന്നും സ്വയം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഓക്കെ, താങ്ക്സ്. അപ്പോൾ ഡി ക്ലാപ്സ് മീഡിയയുടെ ആദ്യ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മോടൊപ്പം സഹകരിച്ച നമ്മുടെ റിയാദിൻ്റെ സ്വന്തം സുധീർ കുമലിന് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങൾ പ്രവാസികൾ പറയട്ടെ. Style is always in fashion. Style is forever. Anmaya's online shopping.